ഹലോ, വെൽക്കം ടു ചിത്ത വീട്ടിൽ ലൈറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പുതിയ ഇരുമ്പ് ചട്ടികൾ അഥവാ ഇരുമ്പ് പാത്രങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളതിനെ ഈസി ആയിട്ട് മയക്കിയെടുക്കാൻ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇരുമ്പ് പാത്രങ്ങൾ വർഷങ്ങളോളം തുരുമ്പൊന്നും പിടിക്കാതെ നശിച്ചു പോവാതെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്, കാലങ്ങളോളം അതങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതിനുള്ള ട്രിക്സ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ കാണാം കയ്യിലെല്ലാം കരിയാവുന്നുണ്ട് ഇതിൽ തൊടുമ്പം. അപ്പോൾ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി എങ്ങനെയാണ് മയക്കി എടുക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിനായിട്ട് അത് നല്ലതുപോലെ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുമ്പ് ചട്ടിയുടെ പ്രത്യേകതകൾ, അതിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ടേസ്റ്റ് വ്യത്യാസം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് മയക്കെടുക്കേണ്ടത്, ഇതെങ്ങനെയാണ് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നാട്ടിലൊക്കെ ആകുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ തുരുമ്പ് പിടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അമ്മയാണ് കേട്ടോ എല്ലാം പറഞ്ഞു തരുന്നത്. ഉണ്ണിയപ്പച്ചട്ടി മയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അളവിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഇറ്റിച്ചു കൊടുക്കണം. ഇറ്റിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ആ ഒരു വെള്ളം ഏകദേശം വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കത് കളയാം. എന്നിട്ട് നല്ലതുപോലെ ഒരു ടിഷ്യൂ കൊണ്ട് വീണ്ടും ആ ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ഒപ്പിക്കൊടുക്കണം. അപ്പോഴും ഏകദേശം ഇതുപോലെ കരിയൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് ഒന്നുകൂടി, അതായത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കൂടി വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഈ പ്രോസസ്സ് നല്ലതുപോലെ തിളച്ച് ഏകദേശം ഈ ഒരു പരുവത്തിലാകുന്ന രീതി വരെ നന്നായിട്ട് കുറേ സമയം നമ്മളിത് തിളപ്പിക്കണം. ഉണ്ണിയപ്പച്ചട്ടി നേരെ ഇരിക്കാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനൊരു സ്റ്റാൻഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് സ്റ്റൗവിൽ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി നല്ലതുപോലെ കഴുകി ടിഷ്യൂ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊരു മുട്ടയാണ് കേട്ടോ തൂത്ത് കൊടുക്കുന്നത്. ഈ ഒരു എല്ലാ ഭാഗത്തും സ്പ്രെഡാകുന്ന രീതിയിൽ നമ്മളിത് തൂത്ത് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരുപാട് ചൂടാകുന്നതിന് മുമ്പേ ചെയ്യണം കേട്ടോ. ചൂടാകുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഈ ഒരു മുട്ട എല്ലായിടവും സ്പ്രെഡാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു അവസ്ഥ എത്തുമ്പോൾ നമ്മളത് പുറത്തേക്ക് എടുക്കുക, നന്നായിട്ട് കഴുകുക. ഈ ഒരു പ്രോസസ്സ് വീണ്ടും നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഒരു മുട്ട മതിയായിരിക്കും. നമുക്കിപ്പോൾ 2 പ്രാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം തേച്ച് കൊടുക്കാം. ആ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കത് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി മയങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ദോശമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല നൈസായിട്ട് അത് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഉണ്ണിയപ്പച്ചട്ടി മയക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ഉണ്ണിയപ്പം വേണമെങ്കിലും ഇതിലുണ്ടാക്കാം. അത് ഇത്ര എളുപ്പത്തിൽ മയങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഉണ്ണിയപ്പച്ചട്ടി മയക്കണം അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടികൾ മയക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഇതിലിനി കരിയൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ദോശമാവ് ഒഴിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ഇനി നമുക്ക് യഥാർത്ഥമായിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാം. ഇത് ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നത്. അമ്മയാണ് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു, ഭയങ്കര സൂപ്പറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മയക്കി എടുക്കുന്ന പ്രോസസ്സ് ഇത്ര വലിയ കട്ടിപ്പണിയൊന്നുമല്ല, നമുക്ക് എളുപ്പത്തിൽ പറ്റും. അപ്പോൾ അമ്മയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും എന്നൊക്കെ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു പാത്രമാണ് ഇത്. നമ്മൾ സൗദിയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതായിരുന്നു. കുറേ നാളുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പാത്രമാണിത്. ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാം മീനൊക്കെ വറക്കുന്ന സമയത്ത് ഭയങ്കര സ്മൂത്തായിട്ടാണ് ആ ഒരു പാത്രം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ മീൻ ഇളക്കിയെടുക്കാനുള്ള പ്രയാസം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു ചട്ടി കൊണ്ട് നമുക്കിതിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ഇത്രയും നാൾ സൂക്ഷിച്ചത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഇതുപോലെ കാസ്റ്റ് അയൺ അതല്ല ഇരുമ്പ് ചട്ടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് നമുക്ക് എപ്പോഴും ലൈഫ് ലോങ് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അതല്ലാതെ തുരുമ്പ് പിടിച്ചു പോയി നശിച്ചു പോയി അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ മാത്രമേ സംഭവിക്കൂ എന്നൊന്നുമല്ല. നമ്മളിത് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര കാലം വേണമെങ്കിലും നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ, അതായത് യാതൊരു രീതിയിലും ഇപ്പോൾ മീൻ വറുത്താൽ തന്നെ കണ്ടില്ലേ ഇത്ര സ്മൂത്തായിട്ട് ആക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഇരുമ്പ് ചട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മുട്ട വറുത്ത് കൊടുക്കുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്.
അമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും മുട്ട വറക്കുന്ന സമയത്ത് ഇരുമ്പ് ചട്ടിയിലെ സീസണിങ് ഭയങ്കര അടിപൊളിയായിട്ട് മെച്ചപ്പെടും. അപ്പോൾ അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു നോൺ സ്റ്റിക്ക് പോലെ ഈ ഒരു പാത്രം ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നോൺ സ്റ്റിക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇപ്പോൾ അടിയിലെങ്ങും ഒട്ടിപ്പിടിക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു മുട്ട വറക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇരുമ്പ് ചട്ടി മൊത്തത്തിൽ അങ്ങ് ചൂടായതിന് ശേഷം അല്ല മുട്ട ഒഴിക്കേണ്ടത്. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുന്നെന്ന് തോന്നിയാൽ തന്നെ അങ്ങ് ഒഴിച്ചേക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുമ്പ് പാത്രങ്ങൾക്ക് അത് കുറച്ചുകൂടി നല്ലതാണ്. ആ ഒരു ഇരുമ്പ് ചട്ടി മൊത്തത്തിൽ ഈ ഒരു മുട്ടയുടെ ഒരു പ്രസൻസിൽ നന്നായിട്ട് മയപ്പെടും. അത് ഭയങ്കര ഒരു വലിയ ഫാക്റ്റാണ്. ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം പറഞ്ഞു കഴിഞ്ഞാൽ, മുട്ടയിലുള്ള ഒരു തരം ഫാറ്റ് ഉണ്ട്. അത് നമ്മുടെ ഒരു ഇരുമ്പ് ചട്ടിയുടെ മുകളിൽ എക്സാക്ട്ലി ഒരു സുരക്ഷാപാളി നിർമ്മിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചട്ടി പെട്ടെന്ന് സീസണിങ് ആകും. അതുപോലെ തന്നെ ഭയങ്കര നോൺ സ്റ്റിക്ക് ആയിട്ട് അത് ആക്ട് ചെയ്യും. അപ്പം അതാണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് പറയുകയാണെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു മുട്ട വറക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എളുപ്പത്തിൽ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ചട്ടിയെ ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കാൻ. അതുപോലെ തന്നെ ഉപയോഗശേഷം നമ്മുടെ ചട്ടി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഗ്യാസ് ബർണറിലേക്ക് വെച്ച് നന്നായിട്ട് ഈ ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ വെള്ളമയെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂ കൊണ്ടോ തുണി കൊണ്ടോ മറ്റോ ഒപ്പി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇരുമ്പ് ചട്ടിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ അതിൽ ഇരുമ്പിൻ്റെ സത്ത് ഉൾപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ ആഹാരം നിർമ്മിക്കുന്നത് അതിൻ്റെ ടേസ്റ്റും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ സത്ത് ഉള്ളിലേക്ക് ഇറങ്ങി ആ ഒരു അനീമിക് ആയിട്ടുള്ള നേച്ചർ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ചട്ടിയിൽ ഏകദേശം ഇത്രയും ഒരു എണ്ണ അത് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ പറയുന്നത്. വേറൊരു റീഫൈൻഡ് ഓയിലും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മണം ഉണ്ടാകാനും ഒട്ടിപ്പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെളിച്ചെണ്ണ എല്ലാ രീതിയിലും എല്ലായിടത്തും പറ്റുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗവും വെളിച്ചെണ്ണ പറ്റാത്തത് ഉണ്ടാവരുത് ആ ഒരു പാത്രത്തിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു നല്ല പ്ലാസ്റ്റിക് ഷീറ്റിൽ ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രം നല്ലതുപോലെ ചുറ്റിക്കെട്ടി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്കിതൊരു രീതിയിലും ഈർപ്പം അടിക്കാതെ തുരുമ്പ് പിടിക്കാതെ രക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്